വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര എന്താ പറയാ അത്രയും എക്സൈറ്റഡ് ആയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. റീസൺ നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. തമിഴിൽ കണ്ടപ്പോ തന്നെ സസ്പെൻസ് ആയിട്ട് പറയാനൊന്നുമില്ല. തമിഴിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ് ഗൈസ്, ഫൈനലി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കാണ്. സോ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് കൂടി എനിക്ക് അറിയില്ല. മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഏതൊരു യൂട്യൂബറിന്റെയും ഒരു എന്താ പറയാ ഭയങ്കര ഒരു സ്വപ്നമായിരിക്കും. ഫസ്റ്റ് അത് ചാനൽ തുടങ്ങുമ്പോൾ അവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും അവർക്ക് ഉണ്ടാവുക. എങ്ങനെയെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എടുക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബറിന്റെ ഒരു ഭയങ്കര ഒരു ഡ്രീം ആയിരിക്കും അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എടുക്കുക എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കുറെ പേര് ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മേ ബി എന്റെ ടൈപ്പ് ഓഫ് ഒരു കോണ്ടന്റ് അല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ തരത്തിലുള്ള കോണ്ടന്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇത് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ഒന്ന്, എനിക്ക് ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് കമന്റ്സും ലൈക്കൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഭയങ്കര ഒരു താങ്ക് യു ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ സപ്പോർട്ടോടാണ് ഇപ്പം എന്താ പറയാ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള, ഇത് ഒട്ടും ഫെയിം അല്ലാത്തൊരു പേഴ്സൺ ആണ് ഞാൻ. ഇപ്പൊ വേറൊരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങളെ അറിയാനായിട്ട് പറ്റും. നിങ്ങൾ ഇന്നൊരാളാണ് അങ്ങനെ ഒരു ടൈപ്പിൽ. ഞാൻ അങ്ങനെയുള്ള ഒരാളും അല്ല. ഞാനിപ്പോ റീസെന്റ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്ക് റീൽസും കാര്യങ്ങളും ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന്റെ കുറച്ച് മുന്നേക്ക് ആയിട്ടാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫോളോവേഴ്സ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള ആളൊന്നല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് ഇപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലും അങ്ങനെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു ടാസ്ക് തന്നെയാണ് നമ്മുടെ ചാനൽ തുടങ്ങി വീഡിയോസ് ഒക്കെ ഇട്ട് എന്താ പറയാ അത് ആളുകൾ കാണണം, കണ്ടിട്ട് അത്രയും വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയാ കടമ്പ കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചു, ഇപ്പൊ എന്നെ പോലെ തന്നെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സ്റ്റാർട്ട് ചെയ്യണോ വേണമെന്ന് വിചാരിച്ചു നിന്നിട്ട് ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 151 അങ്ങനെ എന്തോ ഒരു വീഡിയോസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതും കൂടി വരുമ്പോൾ കൗണ്ട് കൂടുമായിരിക്കും. അതില് ഫുൾ എന്ന് പറയുന്ന ലോങ് വീഡിയോസ് അല്ല, ഷോർട്സിന്റെയും കൂടി ടോട്ടൽ കൗണ്ട് ആണ് ആ ഒരു ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ലോങ് വീഡിയോസ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 30 സംതിങ്, ഒരു 40 എങ്ങാനും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ലോങ് വീഡിയോസ് 40 ആ ഒരു റേഞ്ച് ആയിരിക്കും. മേ ബി 40ന്റെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 40ന്റെ മോൾ അങ്ങനെ എന്തോ ഒരു വീഡിയോസ് ആയിരിക്കും ലോങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാവും. അത്രയും വീഡിയോസ് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ എന്റെ ചാനൽ മോണിറ്റൈസേഷനിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അത് എന്താ പറയാ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പേര് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഞാൻ തന്നെ ചില യൂട്യൂബ് ചാനൽസ് ഒക്കെ ഓരോരുത്തർ കമന്റ്സ് ഇടുന്ന കാണാം. ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളവര് ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വരുന്ന കാണാം. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. അയ്യോ, ഇതുവരെ ചാനൽ മോണിറ്റൈസേഷൻ, കാരണം അവർ തുടങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും, 2 ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പോലും ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത ഒരുപാട് പേരുണ്ട്. അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ്, ഒരു ബിഗിനർ യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണോ വേണ്ടെന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണോ, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ആയിട്ട് തോന്നി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഇപ്പൊ ഒരു 2-3 ദിവസം ആയിട്ടോ. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിപ്പോ ഞാൻ എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി അന്നത്തേക്ക് 2-3 ദിവസം ആവേക്കും. അപ്പം ചാനൽ മോണിറ്റൈസേഷൻ മേ ബി എനിക്ക് ഇതിന് മുന്നേ ആവുമായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഡെയിലി ബേസിൽ വീഡിയോസ് ഇടായിരുന്നു. അത് എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെയാണ്. ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഫോൺ കൊണ്ടുവച്ച് എടുക്കായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫ്രണ്ട്സിന്റെ ഫോണൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അതിനുശേഷം
എന്താ പറയാ, കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കിപ്പോ എപ്പോഴും വേറൊരാളുടെ വീട്ടിൽ പോയിട്ടോ അങ്ങനെയൊന്നും നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അങ്ങനെ പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിന്റെ എണ്ണം കുറയാനായിട്ട് തുടങ്ങി. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഡെയിലി ബേസിൽ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോസിന്റെ കാര്യമാണ് പറയുന്നത്. ഷോർട്സ് അതിന്റെ കൂടെ ഇടായിരുന്നു. പക്ഷെ ഒരു ദിവസം 2-3 ഷോർട്സ് അതൊന്നും ഇടാറില്ല. ഒരു ഷോർട്സ് ഇടും, ചിലപ്പോൾ ഞാൻ ഷോർട്സ് പോലും മര്യാദയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കായിരുന്നു, നീ ഷോർട്സ് ഒക്കെ ഇടുന്നത് കുറവാണ്, എന്താ പറയാ ഷോർട്സ് ഒന്നും അങ്ങോട്ട് വരുന്നില്ല, കുറെ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കിയാൽ ഷോർട്സ് ഇടുന്നത്, ഒരു ദിവസം തന്നെ 2-3 ഷോർട്സ് ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായതുകൊണ്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഏതോ ഒരു മാസം ആകെ ഒരു വീഡിയോ എങ്ങാനും ഇട്ടിട്ടുള്ള മാസം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നമുക്ക് ആ ഡേയ്സ് ഫുൾ അങ്ങ് പോവുകയാണ്. നമുക്ക് വാച്ച് ഹവറിലോട്ട് ആ ഡേയ്സ് അങ്ങോട്ട് പോവാ ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാനത് ആലോചിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ വീഡിയോസ് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിനൊക്കെ ഒരു 200-300 ആ ഒരു റേഞ്ചിലായിരുന്നു വീഡിയോസിന് റീച്ച് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 4 മാസം അങ്ങനെ എന്തോ കഴിഞ്ഞ സമയത്തേക്ക് 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോസിൽ പല വീഡിയോസും റീച്ച് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1K ആയി, 2K ആയി. ചില വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 1K 2K ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ഡൗൺ ആയിട്ട് ഒരു 500-600 റേഞ്ചിൽ നിന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ കയറിയിട്ട് 4K 5K അങ്ങനെ കയറി ഒരു 8K റേഞ്ചിലേക്കൊക്കെ എത്താൻ തുടങ്ങി. പല വീഡിയോസും 8K 7K 6K 4.5K ആ ഒരു റേഞ്ചിലൊക്കെ കയറി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അപ്പൊ വാച്ച് ഹവറും അതിനനുസരിച്ച് കൂടാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്തത് ഭയങ്കര മണ്ടത്തരായി പോയി. കാരണം ഞാൻ ആ ഒരു 2-3 മാസത്തേക്ക് പിന്നെ വീഡിയോസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഒരു മാസം ഒരു വീഡിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം 2 വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, അയ്യോ എന്നെ എത്ര ദിവസങ്ങളാണ് ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ശരിക്കും എനിക്ക് ഈ മോണിറ്റൈസേഷൻ എന്നോ ആക്കി എടുക്കായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ എനിക്ക് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ചാനലിനൊരു ഗ്രോത്ത് വേണം എന്ന് ചിന്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാം. ഇനി നിങ്ങൾ ഡെയിലി ബേസിൽ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം വീഡിയോ, അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്ക് ഒരു 2 ആഴ്ചത്തേക്ക് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോ കയറി കിട്ടാൻ വേണ്ടിയിട്ടും ഭയങ്കര പണിയാണ് ഉണ്ടാവുക. അതിന് റീച്ച് കയറാൻ ചിലപ്പോൾ അത് നല്ല റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റീച്ചോ, അല്ലെങ്കിൽ ചിലപ്പം മേ ബി ഒരു 10K അടിക്കേണ്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 2K 3K അങ്ങനെയായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്സ് ഇടുക എന്നുള്ളതാണ്. എന്റെ ഒരു എന്താ പറയാ, നിങ്ങളിപ്പോ നോക്കുമ്പോൾ എന്റെ ചാനൽ കാണാം 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് ക്രോസ് ചെയ്തിട്ടേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അപ്പൊ ഞാൻ ശരിക്കും 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ചിലവരുടെ ചിന്താഗതി സബ്സ്ക്രൈബേഴ്സ് 1K ആവുമ്പോഴത്തേക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ആവുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയല്ല കേട്ടോ. അപ്പം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്ര ആയിക്കോട്ടെ, ഇപ്പൊ ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടത്തില്ല. ഒന്നെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിൽ ഷോർട്സിൽ നമുക്ക് 300 ലക്ഷം എന്താ പറയാ വ്യൂ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം. പ്ലസ് 1K സബ്സ്ക്രൈബേഴ്സ് വേണം മിനിമം. പിന്നെ എന്താ പറയാ, അല്ലാത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 4000 മണിക്കൂറാണ്. 4000 മണിക്കൂറുകൾ നിങ്ങൾ 1 ഇയർ കൊണ്ട്, ഒരു വർഷത്തിനുള്ളിൽ 365 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ മൊത്തത്തിൽ 4000 മണിക്കൂർ വാച്ച് ഹവർ ഉണ്ടാക്കിയെടുക്കണം. അതായത് 4000 മണിക്കൂർ ആളുകൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടത്തുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പെട്ടെന്ന് തന്നെ എന്താ പറയാ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ബേസിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കൂടുതൽ വാച്ച് ഹവർ ആണ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് മാക്സിമം ഇടാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഷോർട്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് 90 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ 300 ലക്ഷം വ്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണം. അതെനിക്ക് തോന്നുക നിങ്ങളിപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടുണ്ട്. അതായത് ഓൾറെഡി ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു 300-400 ലക്ഷം വ്യൂസ് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക ഇൻസ്റ്റഗ്രാമിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ആണ് നിങ്ങളെന്ന് വിചാരിക്കുക, ഒരു അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലൊരു ജസ്റ്റ് ഒരു സ്റ്റോറി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്സ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ അവിടെ ഉണ്ട്. അപ്പൊ അവർ എന്തായാലും വന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവരൊക്കെ വന്ന് നിങ്ങളുടെ വീഡിയോസ് കാണും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, നിങ്ങൾ ഓൾറെഡി ഫെയിം ആണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ്
വന്നിട്ട് ഒരു ചാനൽ തുടങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് വ്യൂസ് കൂടാനും നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഡെയിലി ബേസിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആ രീതിക്കാണ് മോണിറ്റൈസേഷൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ. അല്ല നിങ്ങൾ അത്യാവശ്യം ഫെമിലർ ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഷോർട്സ് ഇടുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന കോണ്ടന്റ്സ്, ഇപ്പം കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ തന്നെ അവരുടെ ഫേസ് ഓൾറെഡി ഫെമിലിയർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഷോർട്സിനൊക്കെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വ്യൂ കിട്ടും. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം തന്നെ 2, 3, 4 ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ഡേയ്സിന്റെ ഉള്ളിൽ ആ രീതിക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ട് കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഫേസ് ഓൾറെഡി സോഷ്യൽ മീഡിയയ്ക്ക് ഫെമിലിയർ ആണെങ്കിൽ. അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ല നല്ല കോണ്ടന്റ്സ്, അതായത് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഏത് വീഡിയോസ് ആണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. ഇപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ ശരിക്കും എന്നോ ആവുമായിരുന്നു. കാരണം ഞാൻ ഇതിന്റെ ഇടയ്ക്കൊക്കെ 2, 3, 4 മാസമൊക്കെ പലപ്പോഴും ഒരു വീഡിയോ 2 വീഡിയോ മാത്രമൊക്കെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ 2, 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ഓൾറെഡി ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ട് കുറച്ച് ആയിട്ടോ. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് ഹവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സിലാണെങ്കിൽ ഇതുപോലെ 500 സബ്സ്ക്രൈബേഴ്സ് 500 സബ്സ്ക്രൈബേഴ്സും 1 മില്യൺ, അതായത് 100 ലക്ഷം വ്യൂസ് നിങ്ങൾക്ക് ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ നേടിയെടുക്കുക. അതാണ് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞാൻ മോണിറ്റൈസേഷൻ എല്ലാ സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആയപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ്, അത് നമുക്കൊന്ന് ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി ഹാഫ് മോണിറ്റൈസേഷനിൽ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസും കാര്യങ്ങളും അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, അതായിട്ട് കണക്ട് ഒക്കെ ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി ഇത് മോണിറ്റൈസേഷൻ ആയെന്ന് വിചാരിച്ചിട്ട് എല്ലാം അവിടെ തീർന്നു എന്നല്ല. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നമുക്ക് റവന്യൂ കിട്ടാനായിട്ട് തുടങ്ങും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല കേട്ടോ, നമ്മൾ എത്രത്തോളം ഇനി അങ്ങോട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നു, നമ്മൾ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നു, അതനുസരിച്ച് മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ മോണിറ്റൈസേഷൻ ആയി ഇനിയിപ്പോ എല്ലാം ആയി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇനി എങ്ങനെ ശ്രമിക്കുന്നു അതിനനുസരിച്ച് തന്നെ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ വീഡിയോസ് ഇടുന്നു, വീഡിയോസിന് എങ്ങനെ വ്യൂസ് കയറുന്നു, എങ്ങനെ വാച്ച് അവർ കയറുന്നു, വ്യൂസ് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നല്ല വ്യൂ ഉള്ള ഒരു വീഡിയോയ്ക്ക് നമുക്ക് ചിലപ്പം റവന്യൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന റവന്യൂ കിട്ടില്ല. പക്ഷെ അതിനേക്കാളും വ്യൂ കുറവുള്ള ഒരു വീഡിയോയ്ക്ക് ചിലപ്പം അതിനേക്കാളും ഇതും നേരത്തെ കിട്ടിയിട്ടുള്ള ഒരുപാട് വ്യൂ ഉള്ള ആ ഒരു വീഡിയോനേക്കാളും റവന്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർ എത്ര ടൈം വാച്ച് ചെയ്യുന്നു, ആഡ്സ് കാണുന്നു, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോഴാണ് എനിക്ക് എടുത്തു നോക്കിയത്. അതിന് മുന്നേ എനിക്ക് ആ ഒരു സംഭവം അറിയായിരുന്നു. ഇപ്പൊ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടി അത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബിഗിനർ ആണ്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ. ഇനി നേരം വൈകിട്ടില്ല, നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു ഫീൽഡ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ തന്നെയാണ്. എന്റെ പ്രൊഫഷൻ വൈസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഞാൻ PG കഴിഞ്ഞിട്ടുള്ള ആളാണ്, BEd ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് വേറെ തന്നെ ഒരു കാറ്റഗറി, ടീച്ചിങ് ഫീൽഡ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിക്ക് നോക്കാം. പക്ഷെ എന്റെ പാഷൻ വൈസ് എന്ന് പറയുന്നത് എനിക്ക് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചാനൽ തുടങ്ങാനൊക്കെ ഞാൻ കുറെ കാലമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. സാഹചര്യം ഒത്തു വരാത്തതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ തുടങ്ങാതിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി, നിങ്ങൾ പ്രൊഫഷൻ വൈസ് വേറൊരു സംഭവത്തിൽ വർക്ക് ചെയ്യുന്ന ആളോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും ടൈം വൈകിയിട്ടില്ല എന്നാട്ടോ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ സക്സസ് ആവും. നമ്മൾ നമ്മുടെ പാഷന്റെ പുറകെയാണ് പോകേണ്ടത്. നമ്മളിപ്പം എന്താ പറയാ, അപ്പൊ എന്നോട് തന്നെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ, നിനക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ജോബിലോട്ട് അങ്ങനെ നോക്കിക്കൂടെ, യൂട്യൂബ് ഉണ്ട് ഓക്കെ, പക്ഷെ അങ്ങനെ നോക്കിക്കൂടെ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും യൂട്യൂബ് ആ രീതിക്കല്ല. എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ എത്ര പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, നിങ്ങളിപ്പോ എത്ര നല്ല ജോബ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ ഇഷ്ടം എന്തിനോടാണോ അത് നിങ്ങൾ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് അല്ലെ, പല ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പൊ ആൾ ഇതേപോലെ തന്നെ നല്ല റാങ്ക് ഹോൾഡറും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആൾ ഇതേപോലെ കുറെ പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ആളല്ലായിരുന്നോ, പക്ഷെ എന്തുകൊണ്ടാണ് എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് വന്നത്, വേറെ എന്തെങ്കിലും പഠിച്ച് PSCയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ എഴുതിയിട്ട് കേറിക്കൂടായിരുന്നോ വേറെ ജോബിലോട്ട് എന്നൊക്കെ. പക്ഷെ ആള് പറയുന്നത് ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ഇങ്ങനെ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ആൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പം അതിനോട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ നിൽക്കും. നമ്മളിപ്പോ പ്രൊഫഷൻ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഇനിയിപ്പോ ഇത് യൂട്യൂബ് ചാനൽ ഇപ്പൊ എന്നെ ഇല്ലാതാവുന്നോ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, അങ്ങനെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ എന്ത് നടക്കും നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമുക്ക് ഇപ്പം യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊന്നൊരു ഇൻകം കിട്ടത്തുള്ളൂ. അപ്പൊ അത് എന്ന് സ്റ്റോപ്പ് ആവുന്ന എന്തെങ്കിലും കാരണവശാൽ നിന്ന് പോകും എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നേടിയിട്ടുള്ള എന്താ പറയുക സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അന്നും എന്ത് ചെയ്യാം, ഒരു ജോബിന് ട്രൈ ചെയ്യാം. അപ്പൊ അത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വർക്കിലോട്ട് പ്രൊഫഷൻ വൈസ് എനിക്ക് ആ വർക്കിന് കയറുകയും ചെയ്യാം. അപ്പം അങ്ങനെയാണ് എന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തിനാ ജോബ് ചെയ്യുന്നത്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ നമുക്ക് ആ ഒരു ജോബിനോട് ഒരു ഇഷ്ടം അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളിപ്പോ ഏതൊരു ജോബിൽ കയറുകയും ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ജോബുമാണ്, അതിന് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല പൈസ വാങ്ങുന്ന ഒരാളാണ്, നിങ്ങൾ അതല്ലാതെ വേറൊരു പ്രൊഫഷൻ വൈസ് നിങ്ങൾക്ക് നല്ല സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ആ ജോബിൽ അത്ര ഒരു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്വിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിലോട്ട് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ആ വഴിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ആ ജോബിനും പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ യൂട്യൂബ് നിങ്ങൾ ചെയ്യുന്നു, യൂട്യൂബിൽ കോണ്ടന്റ്സ് ഇടുന്നു, അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോം ആവട്ടെ അതിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിലൂടെ അത്യാവശ്യം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഏർണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരം എന്താ സന്തോഷമുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടോണ്ട് നമ്മളൊരു കാര്യം ചെയ്യുക, അതിന് നമുക്ക് പൈസ കിട്ടുക, നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജോബ് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ ജീവിക്കാനുള്ള നമ്മുടെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഏത് രീതിക്കാണെങ്കിലും നമുക്ക് ഇഷ്ടത്തോടെ നമ്മളൊരു കാര്യം ചെയ്തിട്ടാണ് അതിന് കിട്ടുന്ന ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു മധുരം കൂടത്തില്ലേ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ. ഇപ്പൊ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ചാനലിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ജോബിന് പോയിക്കൊണ്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ജോബിനൊക്കെ പോയിട്ട് ചാനൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അല്ലാതെ തന്നെ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ അത് വീഡിയോസ് എടുക്കണം. വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ വോയിസ് ഓവർ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, തമ്പനിയിൽ സെറ്റ് ആക്കണം, ഇതൊക്കെ ചെയ്ത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം. വൈഫൈ നിർബന്ധമാണ്. വൈഫൈ ഇല്ലാതെ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈഫൈ കണക്ഷൻ നിർബന്ധമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ വൈഫൈ ഇല്ല, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ്. ഇപ്പൊ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അവര് കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്ത് തരാറൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം യെസ്, അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ പാഷൻ എന്താണോ അതിന്റെ പിറകെയാണ് നിങ്ങൾ പോകേണ്ടത്. അത് നിങ്ങൾക്ക് ഇനി കുറച്ചൊരു വരുമാനമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോ നല്ല നല്ല വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വ്യൂ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ തമ്പനയിൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ വീഡിയോസിന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് നിങ്ങൾ നല്ല രീതിക്ക് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ എന്ത് സംഭവമാണോ ആ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ കൂടുതലായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആ ഒരു ടൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബോൾഡ് ആക്കിയിട്ട് പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ തന്നെ കാണുന്ന രീതിക്ക് ചെയ്യാനായിട്ട് നോക്കുക. നല്ല കളർഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരാൾ നോക്കുമ്പോൾ തന്നെ എടുത്ത് നോക്കാൻ തോന്നുന്ന തരത്തിൽ ചെയ്യാനായിട്ട് നോക്കുക. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കുക. പിന്നെ ഒരുപാട് വാരി വലിച്ച് എന്താ പറയുക കുറെ സംഭവങ്ങൾ കൊടുക്കാതെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് മെയിൻ ആയിട്ട് നിങ്ങളുടെ വീഡിയോസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെത് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോണ്ടിലൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങളിപ്പോ നല്ല കോണ്ടന്റ് ആണ് നിങ്ങളുടെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്, പക്ഷെ നിങ്ങളുടെ തമ്പനിയിൽ ഒട്ടും ക്വാളിറ്റി ഇല്ല, ഒട്ടും അട്രാക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആർക്കും എടുത്ത് നോക്കാനായിട്ട് തോന്നത്തില്ല. ഇപ്പൊ പേഴ്സണലി നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തു നിൽക്കുന്ന നല്ലൊരു എന്താ പറയുക നീറ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു തമ്പനയിൽ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളിൽ മോണിറ്റൈസേഷൻ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ചാനൽ തുടങ്ങാൻ വേണ്ടി ചിന്തിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണോ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിനെ പറ്റി ചെയ്യുന്നവരുണ്ട്. ഇത് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് മാത്രം
മാത്രം ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ മോണിറ്റൈസേഷൻ ആവാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കോണ്ടന്റ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് കണ്ടു നോക്കാവുന്നതാണ്. ഞാനിപ്പോ എന്തായാലും എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം വേറൊരാൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാനായിട്ട് മടിക്കേണ്ട. പിന്നെ അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ഇട്ടാലും മതി. നിങ്ങൾ മെസ്സേജ് ഞാൻ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എടുത്തു നോക്കിക്കോളാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.